അയ്യോ 10 മണി. ആ 10 മണിയോടെ കിടന്നേക്കാം. ഓ എന്തൊരു സുഖമാണ് ഇങ്ങനെ കിടന്നുറങ്ങാൻ. അയ്യോ രാത്രി കിടന്നപ്പോൾ മണി 12 10 മണി കഴിഞ്ഞു. രാത്രിയിൽ വാട്സപ്പ് നോക്കി, പിന്നെ ട്രോള് വായിച്ചു, പിന്നെ ഫേസ്ബുക്ക് കുറച്ച് നോക്കി, കുറച്ച് യൂട്യൂബ് കണ്ടു. എന്ത് പെട്ടെന്ന് സമയം പോകുന്നുണ്ട്. അപ്പോൾ മുടി ചെയ്യണ്ട, താടി വലിക്കണ്ട, ഷർട്ട് പോലും ഇടണ്ട. കാരണം ടീഷർട്ടൊക്കെ ഒരാഴ്ച കൊണ്ട് ഉപയോഗിക്കാം. പാൻസ് തേക്കണ്ട, ജോലിക്ക് പോകണ്ട, സുഖമായിട്ട് ഇങ്ങനെ കിടക്കാം. എന്തൊരു രസമാണ് ഇങ്ങനെ കിടക്കാൻ. മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലിച്ചോ. മനസ്സിലായില്ല ആരാ? ഞാൻ ബൈബിളാണ്. ഓക്കെ. ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതി ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരമൊരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു. മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ നിദ്ര, കുറേ കൂടെ കൈകെട്ടി കിടക്കുക. അങ്ങനെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണി പോലെയും വരും. മടി ഗാഠനിദ്രയിൽ വീഴിക്കുന്നു, അലസചിത്തൻ പട്ടിണി കിടക്കും. ഓഹോ, അത് ശരി. അലസത ഇപ്പോൾ ഒരു പാപമാണല്ലേ മടി? ഞാൻ വിചാരിച്ചത് കൊലപാതകം, മോഷണം, വ്യഭിചാരം ഇങ്ങനെയുള്ളത് മാത്രമേ പാപമാണെന്ന് വിചാരിച്ചത്. അലസത പാപം എനിക്കറിയായിരുന്നു. താങ്ക് യു ബൈബിൾ, താങ്ക് യു ഫോർ ടീച്ചിങ് മീ ദാറ്റ്. ഇല്ല, ഈ ഒരു പാപത്തിന് പങ്കാളിയാകാൻ ഞാനില്ല. ഐ നീഡ് ടു വർക്ക്. യെസ്, ഐ എം ഗോയിങ് ഔട്ട്. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും വരത്. ബൈബിൾ.